ഗായ്സ് ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പക്ഷെ ഇവിടെ വൻ ദുരന്തമാണ്. അപ്പോൾ അമ്മ എന്നെ എന്തായാലും തല്ലിക്കൊല്ലും. ഹലോ ഗായ്സ്, ഞാൻ പിന്നെ ഒരു കലക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. കുറേ ദിവസമായിട്ടൊന്നും ഇടാൻ പറ്റിയില്ല, കാരണം ഒന്നും ഇടാനുണ്ടായില്ല. ഇപ്പം ഞാൻ ഇട്ടിരിക്കണത് ഒരു വാക്യൂം ക്ലീനറാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ഈ ഫാൻ എവിടെ നിന്നാണെന്നറിയോ കിട്ടിയത്? ഇവിടുത്തെ ഒരു ഫ്രിഡ്ജ് കേടായപ്പോൾ റിപ്ലേസ്മെൻറ്റിന് മാറിയതാണ്. അപ്പോൾ ഞാൻ ഈ ഫാൻ എടുത്ത് എന്നിട്ട് ഞാൻ എപ്പോഴും ഈ ഫാൻ കറക്കി കളിക്കും. ഐഡിയ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ? ഞങ്ങളുടെ സ്കൂളിലൊരു വേൾഡ് ഇന്നോവേഷൻസ് ഡേ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയതൊരു വാക്യൂം ക്ലീനർ ഉണ്ടാക്കാനാണ്. പക്ഷെ അവിടെ വെച്ചുണ്ടാക്കിയത് കാർഡ്ബോർഡ് വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോഴാണ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വീട്ടിൽ ഇത്ര നല്ല ഫാനൊക്കെ ഉണ്ട്, ഞാൻ നല്ലതുണ്ടാക്കാം. എന്നിട്ട് ഈ പെട്ടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു 100 രൂപയായി. ഈ ഡ്രെയിനേജ് പൈപ്പ് ഒരു 75 രൂപയായി. ഈ രണ്ടെണ്ണത്തിനാണ് ഏറ്റവും വില, അത് ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ ഒരു ലിത്യമയൻ്റെ റീചാർജബിൾ ബാറ്ററി അതാണ് ഏറ്റവും കൂടുതൽ വിലയായത്, ഒരു 400 രൂപയായി. പിന്നെ സ്വിച്ചും വയറും ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ കീറി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് വെതറട്ടെ. ഇത് വർക്ക് ചെയ്താൽ മതിയായിരുന്നു, ഇത് അമ്മ കണ്ട എന്നെ തല്ലിക്കൊല്ലും. ഓക്കെ ഗായ്സ്, ചെയ്യാം. ഓക്കെ, ഓൺ. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത്? ക്ലീനിങ് ഡൺ ഗായ്സ്. ഇവിടെ ക്ലീനായി, പക്ഷെ ഇവിടെ വൻ ദുരന്തമാണ്. ഞാൻ ഇതിൽ ഫിൽറ്റർ വെച്ചില്ല, അതുകൊണ്ട് ഇതെല്ലാം പുറത്തേക്ക് ചാടി വന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോൾ അമ്മ എന്നെ എന്തായാലും തല്ലിക്കൊല്ലും. അപ്പോൾ ഒരു ഫിൽറ്റർ വെക്കണം. ഇനി ഇതിന് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നൊരു ഫിൽറ്റർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരിതം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫിൽറ്ററിനെ ആലോചിക്കുന്ന ഒരു സോക്സാണ്. അപ്പോൾ ഈ ചെളിയെല്ലാം സോക്സിലേക്ക് കിടന്നോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് സോക്സ് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോണത് ഒരു PM സെൻസർ. ഈ PM സെൻസർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പൊടിയുടെ പാർട്ടിക്കിൾസ് അത് ഭയങ്കരമായിട്ട് അതിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ നമുക്കൊരു ബസർ ആഡ് ചെയ്താൽ ബീപ്പ് എന്നൊരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്താൽ പൊടി കൂടുമ്പോൾ ഒരു ബീപ്പ് അടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ റൂമിലെ പൊടി ഭയങ്കരമായിട്ട് കൂടുതലാണ്, ഇത് വാക്യൂം ചെയ്യാൻ സമയമായിരുന്നു. അതാണ് ഇതിൻ്റെ സ്റ്റേജ് 2. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത പ്രാവശ്യം ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ. നിങ്ങൾ വയ്ക്കോ, ഞാൻ ഇത് ക്ലീൻ ചെയ്യട്ടെ.